ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് എൻ.കെ. പ്രേമചന്ദ്രന് സീറ്റ് കൊടുക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി INTUC. RSPക്ക് സംസ്ഥാനത്ത് എത്ര വോട്ടുണ്ടെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ചോദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 5 സീറ്റിൽ തോൽക്കുമെന്ന് പറഞ്ഞ ആർ ചന്ദ്രശേഖരൻ തെരഞ്ഞെടുപ്പിൽ INTUCക്ക് സീറ്റ് നൽകണമെന്നും ആവശ്യപ്പെട്ടു. വിവരങ്ങൾ നോക്കാം. സച്ചിൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. രാജ്യം വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിൽ തർക്കം രൂക്ഷമാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് INTUCയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനമാണ് കോൺഗ്രസിനെതിരെ INTUC സംസ്ഥാന പ്രസിഡന്റ് ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിൽ INTUCക്ക് മത്സരിക്കാൻ സീറ്റ് നൽകണമെന്നും അല്ലാത്ത പക്ഷം വിമത സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ നിർത്തുമെന്നും ഉള്ള രൂക്ഷമായ രീതിയിലുള്ള വിമർശനമാണ് INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഇന്ന് ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല, കേരളത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനം INTUCക്കുണ്ട്. തൊഴിലാളികളുടെ ഒരു സംഘടനയാണ് INTUC. അപ്പോൾ അത്തരത്തിലുള്ള തൊഴിലാളികളെ അവഗണിക്കുന്ന കോൺഗ്രസിനെതിരെ ശക്തമായി ഉള്ള വിമർശനമാണ് INTUC സംസ്ഥാന പ്രസിഡന്റ് ഉന്നയിച്ചിട്ടുള്ളത്. കേരളത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വരുന്നവർക്ക് പോലും കോൺഗ്രസ് പരിഗണന നൽകുമ്പോൾ INTUCയെ അവഗണിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു. അതിന് ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൊല്ലത്ത് RSPക്ക് സീറ്റ് കൊടുത്തതിൻ്റെ കാര്യമാണ്. കൊല്ലത്ത് RSP വലിയ രീതിയിലുള്ള വോട്ടൊന്നും ഇല്ലാത്ത ഒരു ചെറിയ പാർട്ടിക്ക് 2 തവണ RSPക്ക് സീറ്റ് കൊടുത്തു. മൂന്നാമത്തെ തവണയും RSPക്ക് സീറ്റ് കൊടുക്കാൻ പോകുന്നു എന്നൊരു വിമർശനവും INTUC സംസ്ഥാന പ്രസിഡന്റ് ഉന്നയിച്ചു. സംസ്ഥാനത്ത് RSPക്ക് എത്രത്തോളം വോട്ടുണ്ട് എന്ന ഒരു കാര്യം കോൺഗ്രസ് പരിശോധിക്കണം എന്ന ആവശ്യവും INTUC സംസ്ഥാന പ്രസിഡന്റ് ഉന്നയിച്ചിട്ടുണ്ട്. ശരിയാണ് സച്ചിൻ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുക്കവേ സീറ്റ് വിഭജനത്തെ ചൊല്ലി UDFൽ വലിയ കലഹങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.